ആദ്യക്കൂട്ടന് ഒരു പടം വരച്ചോണ്ട് വന്നിരിക്കുകയാണ്. ആദ്യക്കൂട്ടൻ തന്നെ പറഞ്ഞു തരൂ എന്നതൊക്കെയാണ്. ആദ്യക്കൂട്ട വന്നേടാ. ആദ്യക്കൂട്ടം വരച്ചതിന്റെ മൗത്ത് ഐസ് ഐസ് മൗത്ത് കയ്യ് കൈ അതിനായിരുന്നു ആ ഉടുപ്പ് മൊത്തം ഉടുപ്പാ മൗത്ത് നാണം വന്ന് പറഞ്ഞിട്ട് നാണം വന്നിട്ട് പോവാണ്. മേശയുടെ കീഴെ വീഴുന്ന മനസ്സിലായി ഇത് അവന്റെ ബേബിയാണ്. അതെ അതെ, ആദ്യക്കുട്ട ഓടിക്കൊണ്ട് തന്നെ കാണിച്ച ബേബി എന്ന് പറഞ്ഞോണ്ടാ. ആദ്യക്കുട്ടോ ഇത് ബേബിയാണോ ആദ്യക്കുട്ടാ? ആദ്യക്കുട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഏതാണ്ട് പറഞ്ഞു. ആ 1 2 3 ഓടിക്കാൻ വേണ്ടിട്ട്. എനിക്ക് അല്ലല്ലേ എന്തി അമ്മ കണ്ടില്ല ആദ്യക്കൂട്ടാ? അമ്മയെ കണ്ടില്ല ആദ്യക്കൂട്ടാ? അമ്മയെ കണ്ടോ? നോക്കിക്കേ, കഥകിന്റെ പുറകിലൊക്കെ പോയി നോക്കി അമ്മ എന്ത് ചെയ്യുന്നു. നോക്കട്ടെ. കണ്ടാലും കണ്ടില്ലെന്ന് പറഞ്ഞാൽ നടക്കുള്ളേ. ഓ അയ്യോ കണ്ടില്ല. ഇനി നോക്കുവാണേ. എവിടെയാ? എൻ്റെ കീഴുണ്ടോ? ഇല്ലല്ലേ. നോക്കി അടുക്കളയിൽ പോയി നോക്കി. ഇനി അടുക്കളയിൽ ഇങ്ങനെയുണ്ടോ? നോക്കി അവിടെ ഇല്ല. കണ്ടേന്ന് അവിടെ ഇല്ല. ബേബിനോട് ചോദിച്ചേ. അമ്മ എന്ത് ചെയ്യുന്നു നോക്കി. അമ്മ അതെ അവിടെയാന്ന് ബേബി കാണിച്ചു കൊടുക്കുക. അവിടെ എന്തി അമ്മേ കണ്ടേ. എന്നൊരു അഭിനയമാണോ? കള്ളത്തരുത്. ഇവിടെ ഒരാൾ എന്നെ ചിരിയാന്ന് നോക്കി. അവള് കളിപ്പിക്കാൻ പറ്റിട്ടോ അവനെ. അങ്ങോട്ട് അടുക്കളയിലോട്ട് ചൂണ്ടി കാണിച്ചു. അമ്മ എന്ത് ചോദിച്ചപ്പോ എന്റെ ദൈവമേ. ഇവിടെ TV ഓണാക്കി പാട്ട് വെച്ചിട്ടു. എപ്പോൾ TV ഓണാക്കി പാട്ട് വെച്ചാലും അന്നക്കുഞ്ഞിൻ്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അവൾ നല്ലപോലെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രായത്തിലുള്ള, അതായത് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ ഭയങ്കര ഡാൻസാണ്. പാട്ട് വെച്ച് കഴിഞ്ഞാൽ TVയെ നോക്കി നിന്നുകൊണ്ട് അതിൽ കാണിക്കുന്ന ആക്ഷൻ എല്ലാം ഇടും. നമ്മളിപ്പോൾ പാട്ട് അവിടെ കൊടുക്കാത്തത് കോപ്പിറൈറ്റ് വരുവായതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര ഡാൻസാണ്. അതിന് ഒരു മടിയില്ല. എപ്പോൾ കളിക്കാൻ പറഞ്ഞാലും അന്നേരം എഴുന്നേറ്റ് നിന്ന് അവൾ കളിക്കും. അതും അതിൽ TVയിൽ കാണുന്ന അതേപോലെ തന്നെ കാണിക്കും കേട്ടോ. പാവം അതിനിടയ്ക്ക് ആദ്യക്കുട്ടന് പണി കൊടുത്താൽ വണ്ടി ഒരൊറ്റ ഓടിച്ചു വിടില്ല. അവളുടെ കാലിനിട്ട് ഇടിച്ചത് ആ കാല് പൊക്കി പിടിച്ചുകൊണ്ട് വേദന എടുത്തിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ടും പിന്നെയും നിന്ന് കളിക്കുകയാണ്. ആ വേദനയൊന്നും ഒരു വിഷയമല്ല. കണ്ടില്ലേ അവിടെ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഇടി കൊണ്ടുകൊണ്ടാണ് അവിടെ പിടിച്ചേക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ആദ്യക്കുട്ടൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കും കേട്ടോ. അവൾക്ക് ചില സമയത്ത് നല്ല കൊടുപ്പ് കൊടുക്കും. അവൾ ചിലപ്പോൾ തള്ളിയിടും. പാവം. എന്നാലും എപ്പോഴും അവൻ്റെ കീഴയിൽ നിന്ന് മാറുകയില്ല കേട്ടോ. നമ്മൾ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും കേട്ടോ. പാട്ടല്ല അവളുടെ ഡാൻസ്. ആദ്യക്കുട്ടൻ വീണ്ടും ആ വണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആദ്യക്കുട്ടനോട് ആ വണ്ടി പിടിച്ച് മറിച്ച് മേടിച്ച് കളയുന്ന ഭാവമാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവൻ ആ വണ്ടി വെച്ച് വീണ്ടും ഓടിച്ചു വിട്ട് അവിടെ കാലിനിട്ട് കൊണ്ട് ഇടിപ്പിക്കും. ആദ്യക്കുഞ്ഞും ഇതുപോലെ തന്നെ ഇതേ പ്രായത്തിൽ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം മടിയായിപ്പോയി. പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് നേരം കിടന്ന് ചാടും. പിന്നെ അവനിപ്പോൾ കളി വേറെ മൂഡാണ്. അവന് കളിക്കണം, അവന് വണ്ടി ഓടിക്കണം. വണ്ടിയോടുള്ള ക്രൈസാണ് ഇപ്പോൾ കൂടുതൽ. അവൻ്റെ സൈക്കിള്, അവൻ്റെ കാറ്, അതൊക്കെയാണ് അവന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കും. കാരണം നമ്മൾ കാണുന്നുണ്ടെന്നൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഡാൻസ് കണ്ടില്ലേ, തലയൊക്കെ ഇട്ട് കുലുക്കി ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ്. ആ ഭാഗത്ത് തലയിട്ടാട്ടി ആ മ്യൂസിക്കിനനുസരിച്ച് കിടന്നുകൊണ്ട് തുള്ളുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അന്നക്കുഞ്ഞ് താഴെ വീണ് കേട്ടോ. ആ പാട്ടിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് മൂത്ത് വന്നപ്പോഴത്തേക്കും താഴേക്ക് വീണു പാവം. അങ്ങനെ അതേണ്ട അവിടെ നിന്ന് വയ്യ എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേൽക്കുന്നില്ല. അവളൊരു പ്രത്യേക കളിയാണ് കേട്ടോ. ആദ്യക്കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഈ പരിപാടിയാണ്. ഇങ്ങനെ ആന കയറാൻ പോകുന്ന പോലെ പോകും. ചിലപ്പോൾ അവൻ്റെ പുറത്ത് പോയി കയറും. പുറത്ത് പോയി കയറി ഉരുണ്ട് വീഴും രണ്ടും കൂടെ. അപ്പോൾ സ്ഥിരം പരിപാടിയാണിത്. ഇങ്ങനെ നടന്നു പോകുക എന്നുള്ളത് ഒരു രസമാണ്. കൈയും കുത്തി കാലും കുത്തി ഇങ്ങനെ നടന്നു പോകും കേട്ടോ. എപ്പോഴും ഇങ്ങനെ കിടന്നുകൊണ്ട് കളിക്കുന്നത് കാണാം.
സത്യം പറഞ്ഞാൽ ഇതുങ്ങളുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അതുപോലെ ഓരോരോ കുസൃതികളും ഡാൻസും പാട്ടുമായിട്ട് ഒരു ദിവസം പോകുന്നത് നമ്മൾ അറിയുകയില്ല. ദാണ്ട് ഡാൻസ് കളിച്ച് തുള്ളി 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 പോകുന്നുണ്ട്. എന്തോ അടുത്ത പാട്ട് വന്നപ്പോൾ അവനും ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിക്കുന്ന മാത്രമല്ല, ഡാൻസ് കളിച്ചിട്ട് ആശാൻ ആ വീഡിയോ എടുത്തത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് കളിയാണ്. ഇപ്പം എപ്പോഴും ഫോൺ എടുത്ത് വീഡിയോ എടുപ്പും വ്ളോഗ് ചെയ്യലൊക്കെയാണ്. അത് ചെയ്തിട്ട് സ്വയം കാണുക എന്നുള്ളതാണ് ആശാൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് വീഡിയോ മനഃപൂർവ്വം എടുപ്പിക്കുകയാണ്. പക്ഷേ അന്നക്കുഞ്ഞ് അങ്ങനെയല്ല. അന്നക്കുഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ആ പാട്ടിനും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, അല്ലെങ്കിൽ ഏത് പാട്ട് കേട്ടാലും ഡാൻസ് കളിക്കണം എന്നുള്ള ആ ഒരു മൂഡാണ്. പക്ഷേ ഇതുണ്ട് എന്നെ കാണിക്കെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്ന് എൻ്റെ തല പറിക്കും. ഞാനോർത്ത് പെട്ടെന്ന് ആദിക്കുട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നത് വീഡിയോ കാണാനായിട്ടാണ്. പക്ഷേ വീഡിയോ കാണാനല്ലായിരുന്നു. നമ്മൾ ഈ കയ്യാലൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുമ്പം പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് പെണ്ണുങ്ങളിങ്ങനെ വട്ടം കറക്കുകയല്ല, കയ്യെ പിടിച്ചിട്ട് കൈവിരലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അങ്ങനെ കറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. ഞാൻ കയ്യെ പിടിച്ച് കറക്കി വിട്ടു. ആ ഡാൻസിനനുസരിച്ച് ഒന്ന് കറങ്ങിയിട്ട് പാട്ടിനനുസരിച്ചൊന്ന് കറങ്ങിയിട്ട് പോയി വീണ്ടും അവിടെ പോയി നിന്ന് കാണുവാണ്. ഇപ്പം തന്നെ ഓടി വരും എന്നെ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട്. ഇല്ല അതാണ്ടേ അവിടെ പോയി കിടന്ന ഊഞ്ഞാലാടുകയാണ്. ചില സമയത്ത് നമുക്ക് പേടിയാവും ഇങ്ങനെ ആടുമ്പം, കാരണം കൈവിട്ട് പോയെങ്കിൽ പുറകോട്ട് മറിഞ്ഞു പോവും. രണ്ടും കൂടെ അവിടെ കയറി കിടന്ന് ഇനി കളിയാണ്. അനക്കുഞ്ഞ് അപ്പോൾ പോയി കിടന്നോട്ടെ, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ അവൾ എനിക്ക് ടാറ്റായും ഉമ്മയും തന്നു കേട്ടോ. പോടി. ചേട്ടായി ഉറങ്ങി. ചേട്ടായി ഉറങ്ങിയല്ലേ? എന്ത് ചേട്ടായുടെ ഫോട്ടോ കാണിച്ചേ? ചേട്ടായുടെ ഫോട്ടോ എവിടെ ഇരിക്കുന്നത്? കാണിക്കാവോ? ചേട്ടായുടെ ഫോട്ടോ എവിടെ ഇരിക്കുന്നത്? അവൾ അതിൻ്റെ പുറകെയായിരുന്നു ഇത്ര നേരം. ചേട്ടായി ചേട്ടായി എന്നെ വിളിയായിരുന്നു. അപ്പോൾ പൊക്കോട്ടെ. അപ്പയ്ക്ക് ഉമ്മയുണ്ടോ? ഉമ്മ തന്നാലേ ഞാൻ പോവുള്ളൂ, ഇല്ലേ ഞാൻ പോവുകയില്ല. ഉമ്മ തരുമോ? അപ്പം ചുമ്മയുണ്ടോ? മുമ്പേ കുറെ ഉമ്മയൊക്കെ തന്നാ. മുമ്പ് ഈ ഉമ്മയായിരുന്നു എനിക്ക് തന്നെ. ഉമ്മ അതുപോലെ എനിക്ക് ഇവിടെ തരണം ഉമ്മ. ഇവിടെ ഉമ്മ തരാൻ പറ്റുമോ? ഓഹോ എൻ്റെ ദൈവമേ, അറിയാം എൻ്റെ ദൈവമേ. അപ്പം പോവാട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടാറ്റ. ഗുഡ് നൈറ്റ്. പോവാട്ടോ. അപ്പം ഇവരെ എവിടെ ആക്കിയിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ആദിക്കുഞ്ഞും മമ്മി, അന്നക്കുഞ്ഞും വെളും ഞാൻ തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ റൊട്ടീന്. കാരണം എൻ്റെ കൈ മേലാത്തതുകൊണ്ടൊക്കെ എനിക്ക് ഇച്ചിരി ഉറക്കം കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ കിടത്തേക്കാണ്. കാരണം ഇവളുണ്ടെങ്കിൽ രാത്രി എണീക്കും, എൻ്റെ ഉറക്കം പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടാറ്റ അമ്മ പറഞ്ഞു. ടാറ്റ അമ്മയും പറഞ്ഞു ഇല്ല. ഓക്കെ.